ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. നിലവിൽ പോളിംഗ് ശതമാനം 70-ന് മുകളിൽ. വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. പോളിംഗ് പൊതുവെ സമാധാനപരം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഗവർണറുടെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയെ വിമർശിച്ച് രാജ്ഭവൻ. വിയോജിപ്പ് രേഖപ്പെടുത്തി മന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിനൊരുങ്ങി ഇന്ത്യ. രാജ്യത്തുടനീളം മറ്റന്നാൾ വിപുലമായ പരിപാടികൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷം 7ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യയിൽ മടങ്ങിയെത്തി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 70% മുകളിലാണ് പോളിംഗ് നിരക്ക്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. പോളിംഗ് സമയം 6 മണിയോടെ അവസാനിച്ചെങ്കിലും ക്യൂവിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ കണക്കുകൾ പുറത്തുവരിക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 75% പോളിംഗ് ഇക്കുറി മറികടക്കാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും മികച്ച പ്രതികരണമാണ് ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ നിലമ്പൂരിലെ വോട്ടർമാരിൽ നിന്നും ലഭിച്ചത്. ആവേശകരമായ പ്രചാരണത്തിന്റെ ഉത്സാഹം വോട്ടർമാരിലും പ്രകടമായിരുന്നു. എൽഡിഎഫിന്റെ എം സ്വരാജ്, യുഡിഎഫിന്റെ ആര്യാടൻ ഷൌക്കത്ത്, എൻഡിഎയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ തുടങ്ങി 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. സുവർണ, രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നടത്തിയ പ്രചണ്ഡമായ പ്രചരണത്തിന് ഏറ്റുവാങ്ങുന്ന രീതിയിൽ തന്നെയാണ് നിലമ്പൂരിലെ വോട്ടർമാരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻ മുന്നിലും വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ ക്യൂ പ്രകടമായിരുന്നു. കനത്ത മഴയുണ്ടായിട്ടും അതിനൊന്നും കൂസാതെ തന്നെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലേക്ക് ഒഴുകി. കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നടന്നത്. വാശിയേറിയ പോരാട്ടത്തിൽ ആർക്കാണ് ഒരു മേൽക്കൈ എന്ന എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറത്താണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന കനത്ത പോളിംഗ്, അതുപോലെ തന്നെ അടിയൊഴുക്കുകൾ എല്ലാം തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുമെന്നത് ഉറപ്പാണ്. നന്ദി സുരേഷ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. എൽഡിഎഫ് സർക്കാരിനെതിരായ വിധിയെഴുത്താകും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രതീക്ഷ പങ്കുവച്ചു. അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. 75,000-ന് മുകളിൽ വോട്ടോടെ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പങ്കുവച്ചത്. എംഎൽഎ സ്ഥാനത്ത് നിന്നും പി വി അൻവർ കഴിഞ്ഞ ജനുവരിയിൽ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിനിടെ നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്ങാട് എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർക്കിടയിൽ സംഘർഷമുണ്ടായി. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള എൽഡിഎഫ് പ്രവർത്തകർ പ്രദേശത്തെത്തി വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി ആരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സംഘർഷം കടുത്തതോടെ പോലീസെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങളും മണ്ഡലത്തിൽ ആരംഭിച്ചു. കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 ഇവിഎം കൌണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും. 263 പോളിംഗ് ബൂത്തുകളിലായാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടന്നത്. നിലമ്പൂർ നഗരസഭയും വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിയമസഭാ മണ്ഡലം. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഗുജറാത്തിലെ വിസാബ്ദർ, കടി മണ്ഡലങ്ങളിൽ 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 54.61% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ 49%, പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലത്തിൽ 70%മാണ് പോളിംഗ്. രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ഗവർണർ വേദി വിടുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി ഗൌരവത്തോടെ കാണുന്നതായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഗവർണറെ അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കുകയാണ് ഗവർണർ ചെയ്തതെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. രാജ്ഭവന്റെ പ്രസ്താവന തള്ളിക്കളയുന്നതായും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ ഈ മാസം 21-ന് രാജ്യത്തുടനീളം യോഗാ പരിപാടികൾ സംഘടിപ്പിക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും, കൊച്ചിയിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും, മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവലെയും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്ന് പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ഇറാൻ ഇസ്രയേൽ സംഘർഷം 7ാം ദിവസവും അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശം വിതച്ചു. തെക്കൻ ഇസ്രയേലിലെ ഒരു ആശുപത്രിയിൽ ഇറാൻ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചു. എന്നാൽ ആശുപത്രിക്ക് സമീപമുള്ള സൈനിക കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ പ്രതികരിച്ചു. അതേസമയം ഇറാനിലെ അരാഖ് ആണവ റിയാക്ടർ ആക്രമിച്ചതായി ഇസ്രയേൽ സേന വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിലുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനുള്ള വിദഗ്ധ സമിതികളുടെ പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അമേക്കസ് ക്യൂരിയായി അഭിഭാഷകൻ എസ് ആകാശിനെ നിയോഗിച്ച് കേരള ഹൈക്കോടതി. മെഡിക്കൽ അശ്രദ്ധയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സ്വതന്ത്രമായ മെഡിക്കൽ അഭിപ്രായം നൽകുന്നതിനാണ് വിദഗ്ധ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. 2025ലെ SSLC, THSLC, സേ പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. sselsexam.kerala.gov.in, thslcexam.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. ഇടുക്കി ദേവികുളം സർക്കാർ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് നായയുടെ ആക്രമണമുണ്ടായത്. ഇന്നലെ മറ്റൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം 50ാം വാർഷികാഘോഷത്തിനൊരുങ്ങി. ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളാണ് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം 1971 സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന പേരിൽ ഔപചാരികമായി അംഗീകരിച്ചത്. ദേശീയോദ്യാനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് 50 പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾ, മൂന്നാർ മേഖലയിലെ 50 സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിക്കും. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10-നടയ്ക്കും. സന്നിധാനത്ത് ഇന്ന് പുതിയ നവഗ്രഹ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ചടങ്ങ് നടന്നു. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ പൈനാവിന് സമീപം KSRTC ബസ് റോഡിൽ നിന്നും തെന്നിമാറി. വനത്തിനുള്ളിലേക്ക് കടന്ന ബസ് കൊക്കയിലേക്ക് ചരിഞ്ഞെങ്കിലും മൺതിട്ടയിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. യാത്രക്കാരെയും ജീവനക്കാരെയും ഉടൻ തന്നെ പുറത്തിറക്കുകയായിരുന്നു. കാസർഗോഡ് വീരമല കുന്നിൽ മണ്ണിടിഞ്ഞ് ചിലയിടങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ഡ്രോൺ സർവേ നടത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തുള്ള ടോൾ പ്ലാസയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ ഉത്തരവിട്ടു. ടോൾ പ്ലാസയിൽ ആംബുലൻസ്, ഫയർ എഞ്ചിൻ അടക്കമുള്ള അടിയന്തര വാഹനങ്ങൾ കടന്നുപോകുന്ന പാത തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് പരിഹരിക്കുന്നതുവരെ ടോൾ പ്ലാസയുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. രാജ്യത്തെ ഓഹരി സൂചികകൾ ഇന്ന് നേരിയ ഇടിവോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 83 പോയിന്റ് നഷ്ടത്തിൽ 81,362-ലും നിഫ്റ്റി 19 പോയിന്റ് നഷ്ടത്തിൽ 24,793-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണം പവന് 120 രൂപ വർദ്ധിച്ച് 74,120 രൂപയും ഗ്രാമിന് 9,265 രൂപയുമാണ് ഇന്ന് വില. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കും. ബഹിരാകാശ മേഖലയിലെ അറിവുകൾ പൊതുസമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ സ്പേസ് പാർക്കിന്റെ ശിലാസ്ഥാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ടെക്നോസിറ്റി ക്യാമ്പസിൽ സ്ഥാപിക്കുന്ന കെ സ്പേസ് പാർക്ക് ബഹിരാകാശ രംഗത്തെ വ്യവസായ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. നിലവിൽ പോളിംഗ് ശതമാനം 70-ന് മുകളിൽ. വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. പോളിംഗ് പൊതുവെ സമാധാനപരം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഗവർണറുടെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയെ വിമർശിച്ച് രാജ്ഭവൻ. വിയോജിപ്പ് രേഖപ്പെടുത്തി മന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിനൊരുങ്ങി ഇന്ത്യ. രാജ്യത്തുടനീളം മറ്റന്നാൾ വിപുലമായ പരിപാടികൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷം 7ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യയിൽ മടങ്ങിയെത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.